ഈ ബന്ധത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടെസ്റ്റും മുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടമായി മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് വീണ്ടും 2 മാസം കഴിഞ്ഞു ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ എന്ന്. നമസ്കാരം, അനസ് പാണാവള്ളി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആക്ടർ ബിനീഷ് ബാസ്റ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 1-2 ദിവസത്തിന് മുന്നേ. ആ ബർത്ത്ഡേ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിനീഷ് ബാസ്റ്റിന് ഒരു കൂട്ടുകാരനുണ്ട്, അനസ് എന്നാണ് പുള്ളിയുടെ പേര്. അനസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു, ബിനീഷ് ബാസ്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ആ പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാൻ ഞാൻ വായിച്ചു തരാം. ഈ ബന്ധത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന് 1000 പിറന്നാൾ ആശംസകൾ. ഇങ്ങനെയായിരുന്നു ആ ഒരു പോസ്റ്റ്. എന്നാൽ ഈ ഒരു പോസ്റ്റ് ബിനീഷ് എടുത്ത് വെച്ച് ഷെയർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടെസ്റ്റും മുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടമായി മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് വീണ്ടും 2 മാസം കഴിഞ്ഞു ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ എന്ന്. പിന്നീട് എൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായി നിരവധി തവണ ഇദ്ദേഹത്തെ വിളിച്ചു ഞാൻ മടുത്തു. അതിനുശേഷം 90% പൈസ തന്നു. ഞാൻ സുഹൃത്ത് എന്ന നിലയിൽ സഹായിച്ചതാണ്. ഞാൻ പലിശയ്ക്ക് കൊടുത്ത പൈസയല്ല. ലോട്ടറി അടിച്ചാൽ പോലും കടം മേടിച്ച പൈസ തിരിച്ചു തരാത്ത ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇനിയും എൻ്റെ കാശ് തരാനുണ്ട്. ഞാനും അധ്വാനിച്ച് തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത്. നുണ പറഞ്ഞ് കാശ് മേടിച്ചതാണ് ഈ സൗഹൃദം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. ആദ്യം ബാക്കി തരാനുള്ള പൈസ തന്നിട്ട് പഴയ സൗഹൃദം പുതുക്കുക. സംഭവം കുറേ നാളുകൾക്ക് മുന്നേ ഈ പുള്ളി ബിനീഷിൻ്റെ കയ്യിൽ നിന്ന് 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 25,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 5,000 രൂപ തന്നിട്ടില്ല. അത് മാത്രമല്ല, പൈസ ചോദിക്കുന്ന സമയത്ത് നീ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങളാണ്. ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നതും ഈ പൈസ കാരണമാണ്. കൂട്ടുകാർക്കായാലും കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് തരുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡേറ്റ് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സൗഹൃദങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ പൈസ കാരണം ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് കടമൊക്കെ കൊടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ ഞാൻ വാക്കാൽ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ തരാതിരുന്ന് കഴിഞ്ഞാൽ അത് വേറെ വല്ല പ്രശ്നത്തിലോട്ട് പോകും. ഇവിടെയും ഇവരുടെ ഇടയിൽ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബിനീഷിനെ സംബന്ധിച്ച് പുള്ളിക്കാരന് ഇൻസൾട്ടഡ് ആയി കാണും. കാര്യം ഈ അനസ് എന്ന് പറയുന്ന പുള്ളിയുടെ ആ ഒരു പോസ്റ്റിനകത്ത് പുള്ളി എഴുതിയൊരു കാര്യം കണ്ടില്ലേ, ഈ ബന്ധത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ മേ ബി തെറ്റിദ്ധരിക്കപ്പെടും. അതായത് ബിനീഷ് ഇപ്പം വലിയ ആളായിട്ട് ഈ പാവപ്പെട്ട കൂട്ടുകാരനെ മറന്നുപോയി, ബിനീഷ് ഇപ്പം വലിയ അഹങ്കാരിയായി എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലും ആൾക്കാർ ചിത്രീകരിക്കും. അപ്പോൾ ഒരുപക്ഷെ മേ ബി ഈ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ ബിനീഷിന് വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സംഭവം എഴുതി വെച്ചത്. എന്നാൽ ഇനി അതിനുശേഷം ഈ അനസ് എന്ന് പറയുന്ന പുള്ളി ഗൂഗിൾ പേക്കകത്ത് അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നമസ്കാരം, അനസ് പാണാവള്ളി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 2 പെൺമക്കളും ഭാര്യയും പിതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണ്. എന്റെ ഉപജീവനം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ കൂടിയാണ്. ഇന്നിപ്പോ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന്റെ ഒരു പോസ്റ്റ് ആളുകൾക്ക് ഇടയിലുണ്ടായ തെറ്റിദ്ധാരണ വലുതാണ്. എന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുകയും എന്നെ പേഴ്സണലായി വ്യക്തിഹത്യ എന്നെയും കുടുംബത്തെയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അടങ്ങുന്ന. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ചേട്ടാ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ മേടിച്ച പൈസ അങ്ങ് തിരിച്ചു കൊടുത്തുകൂടായിരുന്നോ? കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ വായിലിരിക്കേണ്ട കേൾക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പോസ്റ്റ് ഇടരുത്. നമ്മൾ പൈസ കൊടുക്കാനായിട്ടുണ്ടായിട്ട് ഈ ഒരു ബന്ധത്തിൻ്റെ വില എന്തെങ്കിലും മനസ്സിലാക്കുമെന്നും പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ അത് പുള്ളിയും ഇൻസൾട്ടഡ് ആവും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കും. പിന്നെ ഇപ്പം വന്നിരുന്നിട്ട് ഈ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം വില പോകും. ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഞാൻ.
ഞാനും ബിനീഷ് ബാസിനും തമ്മിൽ കഴിഞ്ഞ 6-7 വർഷക്കാലമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സൗഹൃദത്തിലെ ഉപരി എന്റെ ഒരു സഹോദരന, എന്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ അദ്ദേഹവുമായി ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് 6 ലക്ഷം രൂപ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ്. ഇന്ന് ബിനീഷിന്റെ പോസ്റ്റില് ആളുകൾ ഞാൻ ഒരു 10-20 ലക്ഷം രൂപ അദ്ദേഹത്തെ പറ്റിച്ചുന്ന തരത്തില് തെറ്റിദ്ധരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് TV ചാനലുകൾ, ഓൺലൈൻ. പുള്ളിയുടെ ആ പോസ്റ്റിനകത്ത് ഒരു കാര്യം പുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ, 90% പൈസ തന്നു എന്ന്. അതിനെപ്പറ്റി എന്താ പറയാത്തത്? പുള്ളി എഴുതിയിരിക്കുന്ന സാധനം തീർച്ചയായിട്ടും നിങ്ങൾ അപമാനിക്കപ്പെടും. അതിപ്പോൾ യാതൊരു വിധ സംശയവുമില്ല. അപ്പം ഞാനൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്, ഒരു സൈഡിൽ നമ്മളിപ്പോൾ ആ ഒരു സൗഹൃദ ബന്ധം നമ്മൾ കട്ട് ചെയ്തുവെങ്കിൽ ആ പൈസ കൊടുത്ത് നമ്മൾ ഒഴിവാക്കി പിന്നെയും വീണ്ടും ആ ഒരു ബന്ധത്തിലോട്ട് പോവാതിരിക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളായിട്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് പോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കഴിവതും പുള്ളിക്ക് നിങ്ങളോട് സഹകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ പൈസ കൊടുത്ത് ഒഴിവായിട്ട് നിങ്ങൾ മിണ്ടാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുക. അതല്ലേ വേണ്ടത്? ചാനലുകൾ ഒക്കെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ നിജസ്ഥിതി നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി 2025 ഓഗസ്റ്റ് 16 തീയതി എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. 3 മാസത്തെ സാവകാശം നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുള്ളത്. 3 മാസം അവധി എത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയണേ, എനിക്കിന്ന് പൈസ തരാൻ പറ്റൂല, കുറച്ച് സാവകാശം കൂടി തന്നെ, ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞ്, അപ്പൊ ആ ശരി എന്ന് പറഞ്ഞ് പുള്ളി കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് 1 മണി ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷ എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ ഉപജീവന മാർഗവുമാണ്. ആ ഓട്ടോറിക്ഷ കാരണം 5 ജീവിതങ്ങളും അതിലുപരി വേറെ ഒരുപാട് ആളുകളും ജീവിക്കുന്നതാണ്. അതെനിക്ക് വലിയ വിഷമുണ്ടാക്കി. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹവുമായി ഒരു വാക്ക് തർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്നെ വന്ന് കണ്ട് കല്യാണം വിളിച്ച്. പക്ഷെ എനിക്ക് ഉണ്ടായ ഒരു വിഷമം ഇതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയത്ത് ഈ 30,000-ൽ 25,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപക്ക് എന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ 5,000 ആയാലും 1,000 ആയാലും 500 ആയാലും എത്ര ആയിക്കോട്ടെ, പൈസ തന്നെയാണ്. അതിനിപ്പോൾ നമ്മളിനി അതും ഇതും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ കൊടുക്കാനുള്ള പൈസ നിങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കുക. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ ഇതിനകത്തോടെ നിങ്ങൾ സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇതിപ്പോൾ നിങ്ങളായിട്ട് തന്നെ അങ്ങോട്ട് കയറി ചെന്നതാണ്. മനസ്സിലായോ? പുള്ളിയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് ഒരു FB പോസ്റ്റായിട്ട് വരുന്നു, ഈ സുഹൃത്തിൻ്റെ വില എന്തെങ്കിലും മനസ്സിലാക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബിനീഷിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിനീഷിനെ ആൾക്കാരെ എങ്ങനെ ചിത്രീകരിക്കും? ബിനീഷ് ഇപ്പോൾ ഒരു വലിയൊരുത്തനായി, ബിനീഷ് മൈൻഡ് പോലും ചെയ്യുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെയുള്ള രീതി വേറെ രീതിയിലും അയാളെ പറ്റി മോശമായിട്ട് പറയും. അതും അങ്ങേരെ മാനക്കേട് ഉണ്ടാക്കുന്നൊരു പരിപാടിയല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷ് മാത്രം ചെയ്യാം. ബർത്ത്ഡേ വിഷ് മാത്രം ചെയ്തിട്ട് ബിനീഷ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ശരിയാണ്, നിങ്ങൾ പറയുന്നതിനകത്ത് ഞാൻ അംഗീകരിക്കാം. ഇപ്പം നിങ്ങളുടെ ഭാഗത്തും തീർച്ചയായിട്ടും ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഈ പൈസ കടം കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ബിനീഷിൻ്റെ ഒരു ഫേസ്ബുക്കിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏതോ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തതാണ്, പണ്ടത്തെ കണ്ടാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് കടമായിട്ട്. ഈ നമ്മുടെ ഒരു സുഹൃത്തുക്കളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ കടം മേടിക്കുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുപോലെ ഞാൻ ഒരുപാട് പേരെ കടം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. കടം കൊടുത്ത് കഴിഞ്ഞാൽ എത്ര വല്ല സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ തെറ്റും. പൈസ ഇല്ലാത്ത മറ്റു പൈസ എനിക്ക് തന്നിട്ടുണ്ട്. മനഃപൂർവ്വം തരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെന്തെങ്കിൽ നമ്മളൊരു കാര്യത്തിന് സഹായിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ശത്രുക്കളാണ് അവരുടെ. ചിലപ്പോൾ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ. ഞാനത് കാരണം ഞാൻ ആർക്കും ഇപ്പോൾ കടം കൊടുക്കാറില്ല. കണ്ടില്ലേ പറഞ്ഞത്? അതായത് ഏത് ബന്ധങ്ങളും തകരുന്നത് പൈസയാണ്. അതായത് പൈസ കടം കൊടുത്തിട്ട് തിരിച്ച് ചോദിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും പലയിടത്തും ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ അനസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നുണ്ട്, എനിക്ക് ബിനീഷ് ആരാന്ന് എനിക്കറിയാം, 6 വർഷം ഞാൻ കൂടെ നടന്നതാണ്, കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ട് നാളെ ഒരു കാലത്ത് വന്ന് പബ്ലിക്കിൽ വിളിച്ച് പറയുന്നത് അത്ര ശരിയുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പേഴ്സണലി ഇരുന്ന് സംസാരിച്ച് തീർക്കുക. അല്ല ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിവാരി എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അടിക്കുന്ന നാണം കെടാനായിട്ട് പോകുന്നത്.
അത് കണക്ക് തന്നെ ബിനീഷിനോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. കാര്യം നിങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്താണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. സോഷ്യൽ മീഡിയയിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നതിന് മുന്നേ ആലോചിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ചെയ്യുക. അപ്പം ഇത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വലിയൊരു പാഠമാണ്. കാര്യം പൈസ എന്ന് പറയുന്നൊരു സാധനം കൂട്ടുകാർക്കായാലും ബന്ധുക്കൾക്കായാലും ആർക്കായാലും കടം കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് സമയത്തിന് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ നല്ല രീതിയിലിരിക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ നഷ്ടപ്പെടും. ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത്. എന്തായാലും ഇത് ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഈ ഒരു വാർത്ത കടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്തത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.